ഇന്നപ്പതേ ഉത്സവ കാഴ്ചകളും അതുപോലെ തന്നെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും അമ്പലത്തിലെ വിശേഷങ്ങളും എല്ലാം കൂടി ചേർന്നൊരു കുട്ടി വ്ളോഗാണേ. ഞാനും ഹസ്ബൻഡും മോനും കൂടിയാണ് പോകുന്നത്. ഇപ്പോൾ സമയം ഒരു 8:30 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അവിടെ വിളക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ ഞങ്ങളിതേ അമ്പലത്തിനടുത്തോട്ട് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഈ ഒരു സ്ഥലത്ത് തൊട്ട് തന്നെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടേ. അങ്ങനെ ഇഷ്ടംപോലെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കുളത്തിനടുത്തുമൊക്കെ ഇഷ്ടം പോലെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കുളത്തിൻ്റെ ബാക്ക് സൈഡിൽ കൂടാണ് കയറിയത്. അവിടെ കയറിയപ്പോൾ തന്നെ ആദ്യം കണ്ടത് ചെടിക്കച്ചവടക്കാരെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും പൂക്കളുടെയൊക്കെ കുറേ വീഡിയോ എടുത്തു, ചെടികളുടെയും പൂക്കളുടെയൊക്കെ കുറേ വീഡിയോ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നാണ് അമ്പലത്തിനുള്ളിലേക്ക് കയറാനായിട്ട് പോയത്. ഈ ഒരു ആൽമരത്തിലൊക്കെ ഇഷ്ടം പോലെ ലൈറ്റുകൾ ഇട്ടിട്ടുണ്ട്. മണികണ്ഠൻ ആൽത്തറ എന്നാണ് കേട്ടോ ഈ ഒരു ആൽത്തറയ്ക്ക് പറയുന്നത്. കുളത്തിലൊക്കെ ഇതേപോലെ ലൈറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ ലൈറ്റ് കാണാനായിട്ട് ഒത്തിരി ആൾക്കാരും ഉണ്ട്. അങ്ങനെ കുറേ സമയം ഇവിടെ നിന്ന് വീഡിയോ എടുത്തു. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ പോവുകയാണേ. ഇന്നിപ്പോഴത്തെ അമ്പലം മൊത്തവും പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുവാണ്. ഇതിനേക്കാളും ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറേയൊക്കെ എടുക്കാൻ പറ്റിയില്ല വീഡിയോയെ. ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഇന്നത്തെ ദിവസത്തിൽ കരപറച്ചിൽ എന്നൊരു ചടങ്ങുണ്ട് കേട്ടോ. ആ ഒരു സമയത്താണ് നമ്മളിവിടെ വന്നത്. കുട്ടികളൊക്കെ ഇതേ വിളക്കൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഇതൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ ഒരു വിളക്കാണ് കേട്ടോ കുഞ്ഞുങ്ങൾ എടുക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് എടുക്കാൻ പറ്റാതിരിക്കുമ്പം അവരുടെ അമ്മമാരോ അല്ലെങ്കിൽ കൂടെ വരുന്നവരൊക്കെയാണ് ഈ വിളക്ക് പിടിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇനി കുറച്ച് സമയം വോയിസ് കട്ടാക്കുവാണേ. ആറാം ഉത്സവ ദിവസമാണ് ഈ കരപറച്ചിൽ എന്ന് പറയുന്ന ചടങ്ങ് നടക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കിഴക്കേക്കരക്കാരും പടിഞ്ഞാറ്റിൻകരക്കാരുമാണ്. അങ്ങനെ കുറച്ച് സമയം ഞാനവിടെ നിന്നു ഇതൊക്കെ കണ്ടു. അപ്പം ആനയ്ക്ക് കൊടുക്കാനായിട്ട് ഓരോരുത്തരുടെ കയ്യിൽ കൈതച്ചക്കയും അതുപോലെ തന്നെ പലതരം ഫ്രൂട്ട്സൊക്കെ വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട്. തണ്ണിമത്തനൊക്കെ കുറേ പേര് കൈ പിടിച്ചേക്കുന്നതുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനും കയറിപ്പോയേ. ഹസ്ബൻഡ് അവിടെ പുറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഏറ്റവും പുറത്തെ സ്റ്റേജിൻ്റെ അവിടെ അല്ല, അകത്ത്. അപ്പം അവിടെയും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഈ പുറത്തെ സ്റ്റേജിൽ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്നിപ്പം ജാസി ഗിഫ്റ്റിൻ്റെ ഗാനമേളയാണ് കേട്ടോ. നല്ല അടിപൊളി ഗാനമേളയാണ്. മോനിങ്ങനെ ഒരു പാട്ടുകൂടെ കേട്ടിട്ട് പോവാമെന്നും പറഞ്ഞിങ്ങനെ നിൽക്കുവാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഭയങ്കര തിരക്ക്. പിന്നെ പൊതുവേ ഈ ഒരു തിരക്ക് സമയത്ത് ഭയങ്കര ഡാൻസും എന്തൊക്കെയോ ഭയങ്കര ബഹളങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനൊക്കെ. അപ്പം ഇത് ഞാൻ മ്യൂട്ടാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ പാട്ടൊക്കെ കേൾക്കുമ്പം കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് കേട്ടോ. കുറേ പേരൊക്കെ ഇതിൻ്റെ കൂടെ ഡാൻസ് കളിക്കുകയും തുള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല രസമാണ്. എനിക്ക് കുറേ സമയം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര കാലുവേദന തുടങ്ങി. എനിക്ക് മുട്ടുവേദനയുടെ ഭയങ്കര പ്രശ്നമുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. അങ്ങനെ ഞങ്ങളിവിടെ വന്നപ്പം ഇവിടെ വേഫിൾസ് കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പം എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് മേടിക്കാനായിട്ട് വന്നു. അപ്പം ഒരെണ്ണത്തിന് 100 രൂപയാണ്. 80 രൂപയുടെയും ഉണ്ട്. അതിൽ സ്പ്രിങ്കിൾസും അതുപോലെ തന്നെ ജെംസും ഒന്നും ചേർക്കത്തില്ല. അങ്ങനെ ഞങ്ങൾ അതൊരെണ്ണം വാങ്ങി ട്രൈ ചെയ്തു. ഞങ്ങൾ 3 പേരും കൂടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മിൽക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും എല്ലാം ഇങ്ങനെ ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്പ്രിങ്കിൾസും അതുപോലെ തന്നെ ജെംസൊക്കെ അതിൻ്റെ മേളിൽ ഇട്ടിട്ടുണ്ടോ. ഈ ഒരു സ്ഥലത്തൊക്കെ നിന്നപ്പം എന്നെ വലിച്ചുകൊണ്ട് പോവാണ് കേട്ടോ ഇവർ. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ മേടിക്കുമെന്നറിയാം. പക്ഷെ ഞങ്ങളൊന്നും മേടിച്ചില്ല. ഇപ്പം തന്നെ സമയം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സൊക്കെ കുറേ സമയം കൂടെ അവിടെ നിന്ന് കണ്ടുകൊണ്ട് നിന്ന് കേട്ടോ. ചെറിയ പ്രായത്തിലൊക്കെ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുമ്പം അവർ വണ്ടിയൊക്കെ വെച്ചേക്കുന്നതിൻ്റെ അടുത്തോട്ട് ഞങ്ങളെ തള്ളിക്കൊണ്ട് പോകും കേട്ടോ. ഇപ്പോൾ ഒക്കെ വളർന്നില്ലേ. പിന്നെ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പൊലോമുക്ക് വരെ ബസ് സ്റ്റാൻഡിന് അപ്പുറം വരെ വന്നായിരുന്നേ. അങ്ങനെ ദേ ഞങ്ങളിവിടെ വന്നു. ഇനി വീട്ടിൽ പോയാൽ എന്തായാലും ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. 12 മണിയൊക്കെ ആവാറായി. കടകളൊന്നും കാണത്തില്ലെന്ന് വിചാരിച്ച് സംശയിച്ച് വന്നതാണ്. അങ്ങനെ എന്തായാലും ഒരു കട കിട്ടി. അങ്ങനെ ഞങ്ങൾ കുബൂസും അതുപോലെ തന്നെ അൽഫാമും ഒക്കെയാണ് കഴിച്ചത്. വേറെ എല്ലാം ഏകദേശമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഉത്സവ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.